ഒരു കാലത്ത് ബലാത്സംഗക്കാരനായിട്ടും ഗുണ്ടയായിട്ടും ഒക്കെ അഭിനയിച്ചിരുന്ന ഒരാൾ പിന്നീട് കഥാകൃത്തും തിരക്കഥാകൃത്തുമായി മാറി. പിന്നീട് തമിഴിലും മലയാളത്തിലും സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറായി. അത് കഴിഞ്ഞ് ലോഹിയേട്ടനുമായിട്ടുള്ള സൗഹൃദത്തിലാണ് കിരീടത്തിലെ ഹൈദ്രോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കൊമേഡിയൻ എന്നുള്ള നിലയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെയല്ല, അന്ന് നിർമ്മാതാക്കൾ അവരുടേതായിട്ടുള്ള ഭയങ്കര ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ വെക്കുകയും അവരുടെ കയ്യിലായിരുന്നു സിനിമ മൊത്തം. ദേശമാധവന്റെ ത്രിവിക്രമൻ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി. ഇന്നും ആൾക്കാർ ആ സിനിമ കാണുമ്പോൾ അനീഫ് ഖയുടെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അനീഫ് ഖയെ കുറിച്ച് ഒറ്റ വാക്കിൽ അനീഫ് ഖയെ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഹി വാസ് എ ഗുഡ് ഫ്രണ്ട്. ഒരു ഫ്രണ്ട് എന്നുള്ള ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ, അത്രയും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. കൊച്ചിൻ അനീഫ് ഖയുടെ ട്രാക്ക് റെക്കോർഡ് മലയാളത്തിലെ മറ്റൊരു നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു പരിവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അനീഫ് ഖയാണ്. അനീഫ് ഖ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാഭിനയ മോഹമായിട്ട് ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ ആ കാലത്തെ എ ബി രാജു പോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെ ആക്ഷൻ പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിൽ കൊള്ളസംഘാംഗമായിട്ട് വെടികൊണ്ട് മരിക്കുന്ന ഗുണ്ടയായിട്ട് ഒക്കെ കുറേ സിനിമകളിൽ അഭിനയിച്ചു. എന്താണ് വേണ്ടത്? മുതലാളിയുടെ സന്മനസ് പോലെ എനിക്ക് എന്ത് തന്നാലും മതി. ചായക്ക മതമല്ലേ? നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതെല്ലാം അവിടെ വന്നറിയാം. കാറ് നിർണയിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല, ചൂത് കളിക്കില്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒന്നിനും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അതേ സമയത്ത് തന്നെ അദ്ദേഹം സിനിമകൾക്ക് കഥകൾ എഴുതാൻ തുടങ്ങി. പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജോഷ് സാറൊക്കെ ഡയറക്ടറാവുന്ന കാലത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കഥകൾ എഴുതാൻ തുടങ്ങി. പിന്നീട് സന്ദർഭം പോലെയുള്ള സിനിമകളിൽ തിരക്കഥ എഴുതി, കഥയും തിരക്കഥയും എഴുതി. പിന്നീട് സംവിധായകനായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്തു. വാത്സല്യം അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല ഡയറക്റ്റ് ചെയ്തതിലെ ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ പറയും. കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കല്യാണം നടന്ന വിജയനാ. അപ്പോ അവന്റെ തീരുമാനം. ഒരു വെള്ളം കുടിക്കട്ടെ. ഞാൻ ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. അതൊന്നും സാരല്ല. ഞാനാണ് വിശപ്പുകൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. അത് ലോഹിയേട്ടൻ്റെ സ്ക്രിപ്റ്റിലായിരുന്നു. ലോഹിയേട്ടൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ഇത്രയധികം സൗഹൃദമുള്ള ഒരാളെ ഞാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. തമിഴിൽ അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ കമലഹാസനും രജനീകാന്തും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. இது ஆதிசேஷன் டொனேட் பண்ண சீட்டு. நீ காசு கொடுத்தால் நான் கையெழுத்து போட மாட்டேன். ஏன்? പ്രൊഫഷണൽ എത്തിക്സ്. തൊഴിൽ ധർമ്മം. അതുപോലെ തമിഴിൽ സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. പാശമലർ എന്നൊക്കെ പറഞ്ഞ പേരുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തമിഴ് പടങ്ങളുടെ. കരുണാനിധി തിരക്കഥ എഴുതിയ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തമിഴിൽ VMC ഹനീഫ് എന്നുള്ള പേരിൽ അദ്ദേഹം സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ തമിഴിൽ വളരെ പോപ്പുലറായി. അവിടെയുള്ള നടന്മാരുമായിട്ടൊക്കെ വലിയ നടന്മാരായിട്ടും ടെക്നീഷ്യൻസായിട്ടും വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് കമൽ സാറിൻ്റെ ഒരു സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ അസിസ്റ്റൻ്റായിട്ട് ഒരു റോളിൽ അഭിനയിച്ചു. എടോ പോടോതൊന്നും വിളിക്കണ്ട, ഞാനൊരു മലയാള നോവലിസ്റ്റാണ്. കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഒന്ന് പോടോ. എന്തിനാ സാർ? ഇയാളൊരു ശല്യക്കാരനാ. ആ സമയത്ത് അദ്ദേഹം വളരെ തിരക്കുള്ള നടനാണ്. മലയാളത്തിൽ കോമഡി റോളുകൾ ചെയ്യാൻ തുടങ്ങി. കോമഡി നടനിലേക്കുള്ള ഒരു കൂടുമാറ്റമാണ് അദ്ദേഹത്തിന് ഭയങ്കര പോപ്പുലറാക്കുന്നത്. നടൻ എന്നുള്ള രീതിയിൽ ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് അദ്ദേഹം കോമഡി റോളുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. റോക്കറ്റോ? ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. പട്ടി എന്ത് വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം.
ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാരെ നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ? ഞാൻ കർത്താവ്. മുണ്ടൂരിന്ന് മാറ്റതാണ്. ഞാൻ അടിച്ചത് നീ അടിക്കുമല്ലടാ. കമ്പി അടിച്ചതാ சொன்னது. ഓഹോ, നീ കമ്പി കൊണ്ട് അടിക്കുമല്ലോ. പിന്നെ നീയല്ലേ പിന്നെ ഞമ്മളായിരിക്കും. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴക്കഞ്ഞി കാന്താരി മുളക് ഞെരടി ഞെരടി തന്നതാണ്. ഒരു പ്രാവശ്യം എന്റെ കണ്ണിൽ തെച്ച് ദുഷ്ടത്തി. വെറുതെ ഇങ്ങനെ കിടക്കണേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്താടാ അതെന്റെ പേര്? പ്രിയദർശൻ. ഓ, സാറായിരുന്നു. സാർ സംവിധാനം ചെയ്ത് ചന്ദ്രനിലേക്ക് ഞാൻ 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സാർ ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നാ ഞാൻ ആ പ്രിയദർശനാണ്. കഴിവറ ആരാത്? അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളിയാ. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാല്ലേ? എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. ഒരു കാലത്ത് ബലാത്സംഗക്കാരനായിട്ടും ഗുണ്ടയായിട്ടും ഒക്കെ അഭിനയിച്ചിരുന്ന ഒരാള് പിന്നീട് കഥാകൃത്തും തിരക്കഥാകൃത്തുമായി മാറി. പിന്നീട് തമിഴിലും മലയാളത്തിലും സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറായി. അത് കഴിഞ്ഞ് ലോഹിയേട്ടനുമായിട്ടുള്ള സൗഹൃദത്തിലാണ് കിരീടത്തിലെ ഹൈദ്രോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കൊമേഡിയൻ എന്നുള്ള നിലയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. എത്ര നേരം ഞാൻ കാത്തിരിക്കണമെന്നറിയാമോ? ഇനി ഇവിടെ ഒരുത്തിനും ഇറങ്ങില്ല. ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കാണ്. മുമ്പിലാണോ തുള്ളി കഴിക്കണോ? കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണമെങ്കിൽ കാശാ. എന്നിട്ട് ഇവന്മാർ അത്താനോടെ കളി വയ്ക്കും. അത് പിന്നീട് മലയാള സിനിമയിലെ തിരക്കുള്ള കൊമേഡിയനായിട്ട് അദ്ദേഹത്തെ മാറ്റി. അപ്പം ആ സമയത്ത് അതിനു മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിന് കമലഹാസനായിട്ട് ഭയങ്കര അടുത്ത സൗഹൃദമുണ്ട്, മമ്മൂക്കയായിട്ട് അടുത്ത സൗഹൃദമുണ്ട്, മോഹൻലാലായിട്ട് അടുത്ത സൗഹൃദമുണ്ട്. അന്ന് അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വിരുദ്ധ ചേരിയിലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നടന്മാരുടെ എല്ലാവരുടെയും സിനിമകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും വളരെ അടുത്ത ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയല്ല, ഞാൻ ആദ്യമായിട്ട് അടുത്ത് ഇടപഴകുന്നത് അഴകിയ രാവണന്റെ സെറ്റിലാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കഥയുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണ കാലത്ത് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ഓഫർ വരുന്നത് സായി പ്രൊഡക്ഷൻസിന്റെ ഒരു സിനിമയായിരുന്നു. ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ ഓഫറാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ശിവപ്രസാദിന്റെ അച്ഛൻ ശ്രീനിവാസൻ ഒരു പ്രസിദ്ധനായിട്ടുള്ള നിർമ്മാതാവായിരുന്നു. അദ്ദേഹം മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പിക്ചേഴ്സ് ആയിരുന്നു ആ സിനിമകൾ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. AB രാജായിരുന്നു അവരുടെ സ്ഥിരം സംവിധായകൻ. ആ കാലത്ത് അവരുടെ പല സിനിമകൾക്കും കഥ എഴുതുകയും അതിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു ഹനീഫ് ഖാൻ. അങ്ങനെ ശിവപ്രസാദ് സാറ് പറഞ്ഞിട്ട് ഹനീഫ് ഖയ്ക്ക് എന്നെക്കുറിച്ച് വളരെ മുമ്പേ അറിയാം. ഈ ശിവപ്രസാദ് സാറായിരുന്നു പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവ്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അഴകിയ രാവണൻ സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡയറക്ടറായി. അങ്ങനെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുൻപ് രണ്ടാം ഭാവം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു നല്ല പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, രണ്ടാം ഭാവം പരാജയപ്പെട്ട ശേഷം നല്ലൊരു പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് കുറേ പ്രൊഡ്യൂസേഴ്സ് എന്നെ തേടി വന്നു. പക്ഷെ അവർക്കൊക്കെ ഓരോരോ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അന്ന് നിർമ്മാതാക്കൾ അവരുടേതായിട്ടുള്ള ഭയങ്കര ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ വെക്കുകയും അവരുടെ കയ്യിലായിരുന്നു സിനിമ മൊത്തം. അപ്പോൾ ചില ക്യാമറാമാനെ മാറ്റണം, ചിലർ തിരക്കഥാകൃത്തിനെ മാറ്റണം, ചിലർ മ്യൂസിക് ഡയറക്ടറെ മാറ്റണം. അങ്ങനെ പല താല്പര്യങ്ങളുള്ള ആൾക്കാർ വന്നിട്ട് എനിക്കതൊന്നും വഴങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്ത് ദിലീപ് എന്നെ വിളിച്ചു. അങ്ങനെ കാഞ്ഞങ്ങാട് അടുത്ത് കണ്ണൂരപ്പുറത്ത് ഒരു റിസോർട്ടിൽ അവരുടെ ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങോ പൂജയോ എന്തോ നടക്കുമ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചേച്ച് ഹനീഫ് ഖ എനിക്കൊരു 50,000 രൂപ അഡ്വാൻസ് തന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ നൗഷാദും നൗഷാദിൻ്റെ ഒരു സുഹൃത്തും ചേർന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദിലീപിനെ നായകനാക്കിയിട്ട്. അപ്പം അന്ന് നമ്മൾ മീശമാധവൻ്റെ കഥയൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് അങ്ങനെ ഒരു അഡ്വാൻസ് തന്നു. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയായിരുന്നു മീശമാധവൻ. പക്ഷെ പിന്നീട് വേറെ ചില കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. അതിന് പിന്നീട് നിർമ്മാതാക്കളായിട്ട് സുബൈറും സുധീഷും വന്നു. അങ്ങനെയാണ് മീശമാധവൻ സംഭവിക്കുന്നത്. അപ്പോൾ ആക്ച്വലി മീശമാധവൻ്റെ പ്രൊഡ്യൂസർ ആകേണ്ടിയിരുന്നത് ഹനീഫ് ഖയുടെ കെയർ ഓഫിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. അപ്പം അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ഹനീഫ് ഖയെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ, എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ.
ദേശമാധവനിലെ ത്രിവിക്രമൻ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി. ഇന്നും ആൾക്കാർ ആ സിനിമ കാണുമ്പോൾ അനീഫ് ഖാന്റെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തമിഴിലൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ആ സിനിമയുടെ പേര് മഴ വരെ പോകത് എന്നായിരുന്നു. അത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എഴുതിയ ജെയിംസ് ആൽബർട്ട് ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. പക്ഷെ ഡയലോഗുകളൊക്കെ എഴുതിയത് തമിഴിലെ നല്ലൈ ജയന്ത എന്ന് പറയുന്ന ഒരു പോയറ്റാണ് അതിൻ്റെ ഡയലോഗ്സൊക്കെ എഴുതിയത്. ഏതാണ്ട് 110ഓളം ക്യാരക്ടറുള്ള ഒരു വലിയ സിനിമയായിരുന്നു അത്. എല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷെ അതിൽ പുതിയതല്ലാതെ ഉള്ള 2 നടന്മാരും, ഒന്ന് കൊച്ചിൻ ഹനീഫ്ക്കയും മറ്റൊന്ന് ബിജു മേനോനായിരുന്നു. അങ്ങനെ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായപ്പോൾ ഹനീഫ്ക്കയ്ക്ക് എന്തോ സുഖമില്ല എന്നൊക്കെ ഉള്ള ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല. ഞാൻ ഫോണിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ആ സിനിമയിൽ നായികയായിട്ടായിരുന്നു ആദ്യം റിമ കല്ലിങ്കൽ രംഗത്ത് വരുന്നത്. റിമ കല്ലിങ്കൽ അന്ന് അതിന് മുമ്പ് മോഡലായിരുന്നു. ചില പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കണ്ട് ഒരു കഥാപാത്രത്തിന് റിമയെ ഫിക്സ് ചെയ്തു, മറ്റൊരു കഥാപാത്രത്തിന് വേറൊരു മലയാളി പെൺകുട്ടി, ചെന്നൈയിൽ സെറ്റിൽഡായിട്ടുള്ള ഒരു മലയാളി പെൺകുട്ടീനെ ഫിക്സ് ചെയ്തു, മറ്റു ക്യാരക്ടേഴ്സിനൊക്കെ ആളുകളെ ഫിക്സ് ചെയ്തു. പിന്നെ ബിജു മേനോനെ ഒരു കഥാപാത്രം, ആ കാലത്ത് ബിജു എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. അങ്ങനെ ബിജുവിനെ ഫിക്സ് ചെയ്തു. ഒരു ക്യാരക്ടറിന് ഷട്ടർ ഗോപാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ അനീഫ് ഖാനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ എപ്പോഴാണ് വരേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, ചെന്നൈയിൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഷൂട്ടിംഗ് ഡേറ്റ്സ് ഫിക്സ് ചെയ്തോളൂ, എന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വന്നോളാം, അപ്പം തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിർമ്മാതാവിന് ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കുക. അദ്ദേഹം ദുബായിലായിരുന്നു. അവിടെ ചില ഇഷ്യൂസിൽ പെടുകയൊക്കെ ചെയ്തിട്ട് ആ സിനിമ മുടങ്ങിപ്പോയി. ആ സിനിമ മുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത്, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് അനീഫ് ഖാക്ക് ലിവർ സംബന്ധിയായിട്ടുള്ള അസുഖമാണ്, ഇത്തിരി ഗുരുതരമാണ് കാര്യങ്ങൾ എന്നറിയുന്നത്. അദ്ദേഹത്തിനപ്പോൾ മക്കള് ചെറിയ 2 മക്കളാണ്, ട്വിൻസ് പെൺകുട്ടികളാണ്. കല്യാണം തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ലേറ്റായിട്ടുള്ളൊരു മാരേജ് ആയിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു മരണമായിരുന്നു. ലിവറിന് അസുഖം ബാധിച്ചിട്ട് ഒരു സിനിമാക്കാരൻ മരിച്ചാൽ ആളുകൾ പിന്നെ അത് കുടിച്ചിട്ടാണ് എന്ന് പറയും. ജീവിതത്തിൽ ഒരു ഡ്രോപ്പ് മദ്യം പോലും കഴിക്കാത്ത ആളായിരുന്നു ഹനീഫ് ഖാൻ. ഹനീഫ് ഖാക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ദുശീലം പുകവലി മാത്രമാണ്. ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ഹോമിയോ മെഡിസിൻ പോലും കഴിക്കില്ല. അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത്രയും പ്യുവറായിട്ടുള്ള ഒരാളായിരുന്നു ഈ ആൽക്കഹോളിൻ്റെയൊക്കെ കാര്യത്തിൽ. സൗഹൃദങ്ങൾ നിലനിർത്തുന്നത് ഇത്രയും അത്ഭുതകരമായിട്ട് അത് നിലനിർത്തുന്നതിനുള്ളൊരു മിടുക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഹനീഫ് ഖാക്കാണ്. ഹനീഫ് ഖാ 60 വയസ്സ് 61 വയസ്സെന്ന് പറയുന്ന ചെറിയ പ്രായത്തിൽ നമ്മെ വിട്ടു പോയി. അദ്ദേഹം ആ വർഷം ഒരു ഭയങ്കര ആ വർഷവും അതിനടുത്ത വർഷവും മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടങ്ങൾ വന്ന വർഷമായിരുന്നു. 53 വയസ്സിൽ ലോഹിയേട്ടൻ മരിച്ചു. ലോഹിയേട്ടനും ഹനീഫ് ഖയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഹനീഫ് ഖ മരിച്ചു, പിന്നെ ലോഹിയേട്ടൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ 2 പേരെയും വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്ന മുരളിയേട്ടൻ മരിച്ചു. അങ്ങനെ 3 പേരുടെ തുടർച്ചയായ മരണം, 3 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന 3 പേരുടെ മരണം സംഭവിച്ചു. ഹനീഫ് ഖയെ കുറിച്ച് ഒറ്റ വാക്കിൽ ഹനീഫ് ഖയെ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഹി വാസ് എ ഗുഡ് ഫ്രണ്ട്. ഒരു ഫ്രണ്ട് എന്നുള്ള ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അത്രയും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം.